നമസ്കാരം. ദൈവങ്ങളിലും മതങ്ങളിലും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് നൽകുന്നുണ്ട്. അതൊന്നുമല്ല ഞാനിപ്പോൾ നടത്താൻ പോകുന്ന ഒരു ചെറിയ സംഭാഷണത്തിൻ്റെ ഇതിവൃത്തം. തിരുവനന്തപുരത്തെ ആറ്റുകാൽ പൊങ്കാല. ആറ്റുകാൽ അമ്മയോടുള്ള ഭക്തിയിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഒത്തുചേരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഒത്തുചേരലായിരിക്കും ആറ്റുകാൽ പൊങ്കാല എന്നുള്ളത്. ത്രിദേവിമാരുടെ സംഗമ രൂപമായിട്ടാണ് ഭഗവതി ഇവിടെ ആരാധിക്കപ്പെടുന്നത്. കേരളത്തിൻ്റെ സാമുദായിക സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഉത്തമ ഉദാഹരണമാണ് ഈ ഉത്സവവും. മതപരമായ വ്യത്യാസങ്ങൾക്കതീതമായി ഓരോ ആഘോഷവും എല്ലാ മലയാളിക്കുമുള്ളതാണ്. ഓണം, വിഷു, ഈദ്, ക്രിസ്മസ് ഇതൊക്കെ ഏവരും ഒരുമിച്ച് ചേർന്ന് ആഘോഷിക്കുന്ന ഉത്സവമാണ്. വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കാനും സൗഹാർദ്ദം തകർക്കാനും ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ മതസ്ഥാപനങ്ങളും തമ്മിലുള്ള ഐക്യത്തിൻ്റെ പ്രതീകമായി ഇത്തവണയും ആറ്റുകാൽ പൊങ്കാല മാറി എന്നുള്ള കാര്യത്തിൽ അടിവരയിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. വർഗീയ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ആരാധനാലയങ്ങൾ, പ്രത്യേകിച്ച് മോസ്കുകളൊക്കെ മറച്ചു പിടിക്കേണ്ടി വരുന്ന ഉത്തരേന്ത്യൻ സാഹചര്യങ്ങളിൽ നിന്ന് വിഭിന്നമായി നമ്മുടെ നാട്ടിൽ ഇവിടെ ഇസ്ലാം, ക്രിസ്ത്യൻ മതവിശ്വാസികൾ ഉൾപ്പെടെയുള്ളവർ ആറ്റുകാൽ അമ്മയുടെ ഭക്തരെ സഹായിക്കാൻ ഒരുപോലെ മുന്നോട്ട് വരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ കേരള സ്റ്റോറി എന്നുള്ളത്. അല്ലാതെ സെപ്റ്റിക് ടാങ്കിലിടേണ്ട ഒരു സിനിമയല്ല കേരള സ്റ്റോറി. മണക്കാട് ജുമാ മസ്ജിദ്, പാളയം ജുമാ മസ്ജിദ് തുടങ്ങിയ പള്ളികൾ കുടിവെള്ളം, വിശ്രമ സൗകര്യം, ഡ്രൈവർമാർക്ക് തങ്ങാനുള്ള ഇടം എന്നിവയൊക്കെ നൽകുന്നുണ്ട്. ഇഫ്താർ സമയത്ത് ഭക്ഷണവും ഇവിടെ ഒരുക്കുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഈ പള്ളികൾ ഹൈന്ദവ വിശ്വാസികളെ സ്നേഹപൂർവം 2 കൈയും നീട്ടി സ്വീകരിക്കുന്നു. ഇനി ക്രൈസ്തവ ദേവാലയങ്ങളിലേക്ക് നോക്കാം. ക്രൈസ്തവ ദേവാലയങ്ങളും ഇതേ മനോഭാവമാണ് വെച്ചു പുലർത്തുന്നത്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഭക്തർക്കായി പള്ളികളും കോൺവെൻറ്റുകളും തുറന്നിടുന്നു. അവർക്കായി ടോയ്ലറ്റുകൾ, ശൗചാലയങ്ങൾ, വിശ്രമമുറികൾ, ലഘുഭക്ഷണം, റിഫ്രഷ്മെൻറ്റ്സ് ഇവയൊക്കെ പ്രത്യേകം ഒരുക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദി കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ കേരളത്തെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ഈ കാലത്ത് എന്താണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് ആറ്റുകാൽ പൊങ്കാല അടയാളപ്പെടുത്തുന്നു. ഇവിടെ ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. ആറ്റുകാൽ പൊങ്കാല ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഉത്സവങ്ങളിൽ എങ്ങനെയാണ് മലയാളികൾ സാഹോദര്യത്തോടെ പെരുമാറുന്നതെന്ന് ഞാൻ പാർലമെൻറ്റിലും ചൂണ്ടിക്കാണിച്ചിരുന്നു. പാർലമെൻറ്റിലൊരു ചർച്ചാവേളയിൽ ഉത്തരേന്ത്യയിൽ നടക്കുന്നത് പോലെയല്ല കേരളത്തിലെ സാഹചര്യം, കേരളത്തെ കണ്ട് ഉത്തരേന്ത്യ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പലരും കൗതുകപൂർവ്വം അത് കേട്ടിരുന്നതും ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു.